ടീനേജേഴ്സ് ആയിട്ടുള്ള കുട്ടികളുടെ മുഖത്ത് കാണപ്പെടുന്ന ആക്നി അല്ലെങ്കിൽ മുഖക്കുരുക്കൾ വെറും 2 ആഴ്ച കൊണ്ട് മാറ്റാനുള്ള 100% റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പുമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ വന്നിട്ടുള്ളത്. ഇതുപോലെ ഒരു പാക്ക് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ നമുക്കത് ഉപയോഗിച്ചെടുക്കാം. അപ്പോൾ ഈ ഹോം റെമഡി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിതിനായിട്ട് ആദ്യം വേണ്ടത് ആര്യവേപ്പിൻ്റെ ഇലയാണ്. ഇത് ആര്യവേപ്പിൻ്റെ ഇലയാണ് കേട്ടോ. ആര്യവേപ്പിൻ്റെ ഇല നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇതുപോലെ ആര്യവേപ്പിൻ്റെ തണ്ട് നമുക്ക് മുറിച്ചെടുക്കാം. മുറിച്ചതിന് ശേഷം അത് നമുക്ക് ബക്കറ്റിലൊക്കെ ഇട്ടിട്ട് ഒരു 2-3 പ്രാവശ്യം നല്ലതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം നമ്മുടെ അഴയിൽ ഒന്ന് തൂക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ വാർന്നതിന് ശേഷം നമുക്കിത് ഒന്നില്ലെങ്കിൽ ഇലയായിട്ട് അടത്തി ഒരു ടേബിളിൻ്റെ പുറത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്കത് ഇതുപോലെ തന്നെ വെച്ചിരുന്നാൽ മതി. പക്ഷെ ഒരു കാരണവശാലും സൺലൈറ്റിൽ നമുക്ക് ഇത് ഉണക്കിയെടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ റൂമിൽ തന്നെ ഉണക്കിയെടുക്കാം. സൺലൈറ്റിൽ ഉണക്കിയെടുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഈ പച്ചപ്പൊക്കെ നഷ്ടപ്പെട്ട് ശരിക്കും നമ്മുടെ കരിയില പോലെ കറുത്തിരിക്കും. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് ഏകദേശം ഒരാഴ്ചയാണ് കേട്ടോ എനിക്കെടുത്ത ടൈം. അപ്പോൾ നല്ല കരുകറുപ്പ് പോലെ നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ ഇതിരിപ്പിക്കുന്നത്. നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇതൊന്ന് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് പൊടിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് ഒരാഴ്ച കൊണ്ട് കിട്ടും. അപ്പം നമ്മൾ വീട്ടിൽ ഉള്ളിൽ തന്നെ ഇട്ട് ഉണക്കുവാണെങ്കിൽ ഇതേ പച്ചപ്പ് നഷ്ടപ്പെടാതെ നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഈ ഇലകളെല്ലാം മാത്രമായിട്ട് അടുത്തിയെടുത്തതിന് ശേഷം നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം ഇത് ചെയ്യാം കേട്ടോ. നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഞാൻ മിക്സിയുടെ ജാറ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇത് നല്ലൊരു റെമഡിയാണ് കേട്ടോ. നന്നായിട്ട് പൊടിച്ചതിന് ശേഷമേ നമ്മൾ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു മാറ്റം ഉണ്ടാവും. മുഖക്കുരുവിനൊക്കെ നല്ലൊരു മാറ്റം ഉണ്ടാവും കേട്ടോ. നല്ല ഒരു റെമഡിയാണ് കേട്ടോ ഇത്. മിക്സിയുടെ ജാറ് നമുക്ക് തുറന്ന് നോക്കാം. നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. നോക്കി ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, നല്ല പൊടി പോലെ. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. നല്ല നൈസ് പൗഡർ പോലെയാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഒരു പേപ്പറിലോട്ട് ഇടുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് അരിച്ചത് മാത്രം മതി. ഒരുപാട് ചെറിയ അരിപ്പയിലൂടെ അല്ലെങ്കിലും ഇതുപോലുള്ള അരിപ്പയിലൂടെ അരിച്ച് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. കണ്ടോ, നല്ല പച്ച കളറുള്ള പൊടി തന്നെയല്ലേ നോക്കി കിട്ടിയേക്കണത്. അടിപൊളിയായിട്ടുള്ള നല്ല പൗഡർ ഇട്ടിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാം പൊടിച്ചെടുക്കാം കേട്ടോ. കുറച്ച് കൂടുതലായിട്ട് അടിച്ചിട്ടാ, കൂടുതലായിട്ട് തിക്കി അങ്ങോട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തപ്പോൾ നന്നായിട്ട് തന്നെ നൈസായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടിയാത്ത സാധനങ്ങളൊക്കെ അവിടെ കിടന്നോട്ടെ. നല്ല നൈസായിട്ടുള്ള പൗഡറാണ്. കണ്ടോ, കൈമ പോലെ ആവുന്നുണ്ട്. ഇനി ഇതെങ്ങനെയാണ് പുരട്ടേണ്ടതെന്നും കൂടി പറഞ്ഞു തരാം കേട്ടോ. ഇനി നമ്മൾ ഇതിൽ നിന്ന് 1-2 ടീസ്പൂൺ എടുത്തതിന് ശേഷം നമുക്കത് ആദ്യം കുറച്ച് ഒരു 2 ടീസ്പൂൺ വെള്ളത്തിൽ നമുക്ക് ഒരു 5 മിനിറ്റോളം ഒന്ന് ചെറുതായിട്ട് കുതിർത്തി വയ്ക്കാം. അതിനുശേഷം നമുക്ക് 1 ടീസ്പൂൺ തൈര് ഇട്ട് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കസ്തൂരി മഞ്ഞളോ പച്ചമഞ്ഞളോ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ നേരത്തെ നമുക്ക് മുഖത്ത് പുരട്ടിയിട്ട് ഇരിക്കുക. അതിനുശേഷം തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകി കളയാം. വളരെ നല്ല വ്യത്യാസം ഉണ്ടാകുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പണ്ട് മുതലേ ആര്യവേപ്പിൻ്റെ ഇല എന്ന് പറയുന്നത് സ്കിന്നിന് അത്യുത്തമമാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്ത് വെക്കുവാണെങ്കിൽ അപ്പോൾ പോയിട്ട് നമുക്ക് മഞ്ഞളും അതുപോലെ ഇലയൊക്കെ ഇട്ട് അരക്കാനൊന്നും നിൽക്കണ്ട. ഈസി ആയിട്ട് പിള്ളേർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ പുതിയൊരു റെസിപ്പികളുമായിട്ട് അല്ലെങ്കിൽ പുതിയൊരു ടിപ്പുകളുമായിട്ടൊക്കെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ, താങ്ക് യു.